ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 295 പോയിന്റ് പോസിറ്റീവായിട്ടും S&P ഫ്ലാറ്റായിട്ടും നസ്ഡാക്ക് 185 പോയിന്റ് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 30 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഡേ ക്യാൻഡിൽ വലിയൊരു ബെയറിഷ് ക്യാൻഡിലാണ്. നമ്മൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡോജി ക്യാൻഡിൽ അല്ലേ, ഈ ഡോജി ക്യാൻഡിലിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോ എങ്ങോട്ട് ബ്രേക്ക് ആവുന്നോ അങ്ങോട്ട് മാർക്കറ്റ് ഒരു ട്രെൻഡിങ്ങിനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 3 ദിവസവും നാരോ CPR ആയിരുന്നു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നാരോ CPR ആയിരുന്നു. പക്ഷെ മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു, കൺസോൾട്ടേഷൻ. ഇന്നലെ വ്യാഴാഴ്ച നമുക്ക് ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വലിയൊരു ഏകദേശം 280 പോയിൻറ്റിൻ്റെ ഒരു നെഗറ്റീവ് ട്രെൻഡാണ് മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. മാർക്കറ്റ് കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് പ്രീവിയസ് ലോയിലാണ്. ഇതാണ് പ്രീവിയസ് ലോ വരുന്നത്. ഇവിടെ നമുക്കൊരു ഡോജി വന്നിട്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞ വർഷം ഡിസംബർ ലാസ്റ്റ് ദിവസം നമുക്കൊരു റാലി നടത്തിയത്. ആ ഒരു സപ്പോർട്ടിലാണ് ഇന്നലെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. മാർക്കറ്റ് വീണ്ടും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു കൺസോൾട്ടേഷൻ സോണിൻ്റെ ഏറ്റവും താഴെ വീണ്ടും മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോയിലായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ ഒരു ലെഫ്റ്റ് ഷോൾഡർ ഫോം ചെയ്തു, പിന്നെ ഹെഡ് ഫോം ചെയ്തു, വീണ്ടും നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ഷോൾഡർ ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും ആ ഒരു ബോട്ടം ലെവലിലോട്ട് വന്നിരിക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്തിരുന്നുവെങ്കിലും മാർക്കറ്റ് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് മെനഞ്ഞാന്ന് തന്നു. ഇന്നലെ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ തന്നെ ഏകദേശം ആ ഒരു സോണിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് റിക്കവർ ആകാൻ ശ്രമിച്ചെങ്കിലും ഈ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26,112 മുകളിൽ വിക്കുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് കയറാൻ ശ്രമിച്ചെങ്കിലും പിന്നെ ഉള്ള സെല്ലിംഗ് പ്രഷറായിരുന്നു, വലിയ സെല്ലിംഗ് പ്രഷറായിരുന്നു. മാർക്കറ്റ് ഒരിക്കൽ പോലും മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് മാർക്കറ്റ് ഒരു ഫോളിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ, ഈ ഒരു കൺസോൾട്ടേഷനിൽ മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു അപ് ട്രെൻഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വീണ്ടും അവസാനത്തെ ഒരു അരമണിക്കൂറിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ട് വീണിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മാർക്കറ്റ് ഇപ്പം സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് ഈ ഒരു ലെവലിലാണ്. പ്രീവിയസ് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്ന ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു ലെവൽ 25,860 870 വയ്ക്കാം. ഓക്കെ, 870 താഴെ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ 870 താഴെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു 15 മിനിറ്റിലൊരു ബേസ് ക്യാൻഡിലുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രൈസ് ആക്ഷൻ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോ ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് വരുന്ന ഇത്രയെന്ന് പറയുന്ന ഒരു പ്രോ ഗ്യാപ്പാണ്. ഇതിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈ പ്രോ ഗ്യാപ്പിൽ എവിടെ വേണമെങ്കിലും മാർക്കറ്റിലൊരു പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. 808 826 വരുന്ന ഈ ഒരു ലെവല് മാർക്കറ്റിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിക്കവറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം 868 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാലും മാർക്കറ്റ് ചിലപ്പോൾ ഇവിടെ നിന്നൊരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു പുൾ ബാക്കിനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു സോണിൽ. അപ്പം കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സോൺ പോലെ തന്നെയാണ്, ഈ ഒരു സോൺ പോലെ തന്നെയായിരിക്കും ഈ ഒരു സോണിൽ മിക്കവാറും. ഒന്നിലിത് പതിയെ ചിലപ്പോൾ താഴെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ചിലപ്പം ഒരു പുൾ ബാക്കിനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം 25,808 സപ്പോർട്ട് വരുന്നത്. പക്ഷേ ഇപ്പോഴും നിൽക്കുന്ന ഒരു പാനിക് സെല്ലിങ്ങിൻ്റെ ഒരു പ്രശ്നം കാരണം
റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്ക് 500% തീരുവ ചുമത്തുമെന്ന് പറഞ്ഞ ആ ഒരു ന്യൂസ് വന്നതിന് ശേഷമാണ് ഇന്നലെ ഇത്രയും വലിയൊരു പാനിക് സെല്ലിംഗ് വന്നിരിക്കുന്നത്. ആ ഒരു പാനിക് സെല്ലിംഗ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഈ സോൺ വർക്കാകാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ 808 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ അടുത്ത ഇതെന്ന് പറയുന്നത് ഈ ഒരു ബോട്ടമാണ്. ഏകദേശം 25,723 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇപ്പം നിലവിലുള്ള ആ ഒരു പാനിക് സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 25,810 25,724 ആയിരിക്കും താഴോട്ടുള്ള ലെവൽസ് വരുന്നത്. മുകളിലോട്ട് ഉള്ള ലെവൽ എന്ന് പറയുന്നത് ഇന്നലെ കൺസോൾട്ടേഷൻ നടന്ന ഈ ഒരു ലെവല് 25,947 കൃത്യമായിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാലും മിക്കവാറും 26,000 ഒക്കെ എന്ന് പറയുന്നത് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. 25,947 കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു റെസിസ്റ്റൻസ് 26,200 ആയിരിക്കും. 26,020 ആയിരിക്കും. അപ്പോൾ ഇതൊരു കൺസോൾട്ടേഷൻ ആണ്. 26,000 ഇനി മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് വരയ്ക്കും ഈ ഏരിയയ്ക്ക് എന്ന് പറയുന്നത് ഫുള്ളൊരു കൺസോൾട്ടേഷൻ ഏരിയ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷറുള്ള ഏരിയ ആയിരിക്കും. 26,000 കൃത്യമായിട്ട് ഡേ ക്യാൻഡിൽ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടി ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി മുകളിലോട്ടുള്ള ഒരു ബൈയിങ്ങിലോട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അതുവരയ്ക്കും ഈ ഏരിയയ്ക്ക് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്നതിന് മുകളിലോട്ടുള്ള ട്രേഡ് കോൾ ഓപ്ഷൻ എടുക്കുന്നതിനൊക്കെ എന്ന് പറയുന്നത് വലിയ റിസ്ക് ആയിരിക്കും 26,000 മുകളിൽ ക്ലോസിങ് കിട്ടുന്നത് വരയ്ക്കും. അപ്പോൾ കൃത്യമായിട്ട് ഈ ഏരിയയിലോട്ടൊക്കെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 26,000 സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിൽ 26,000 മുകളിൽ ക്ലോസിങ് കിട്ടണം. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിനി അടുത്തൊരു റിവേഴ്സ് ട്രേഡിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. താഴോട്ട് 25,727 25,808 മിക്കവാറും ഈ ഒരു സെല്ലിംഗ് പ്രഷറിൽ തന്നെ ചിലപ്പം ടാർഗറ്റിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ശ്രദ്ധിക്കുക, പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഇവിടെ പ്രോ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ആക്ഷൻ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നിലവിലെ പാനിക് സെല്ലിംഗ് മാറുകയാണെങ്കിൽ മാത്രം. പാനിക് സെല്ലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈസ് ആക്ഷനും വർക്കാകത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് നേരെ 25,727 വരയ്ക്കും 723 വരയ്ക്കും പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ട് ഇന്നലത്തെ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഇന്നലെ പ്രീ മാർക്കറ്റിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 5 മിനിറ്റ് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു കിട്ടിയിരുന്നത്. ഓപ്പണിംഗ് ഇവിടെയായിരുന്നു. മാർക്കറ്റ് ഇവിടെ നിന്ന് റിക്കവർ ചെയ്തു. ഞാൻ ഇന്നലെ പ്രീ മാർക്കറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ 26,127 26,136 CPRന് മുകളിൽ ക്ലോസിംഗ് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ഇതിന് താഴെയാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് ഈ ഒരു പുൾ ബാക്ക് കിട്ടിയതും തിരിച്ച് വീണ്ടും ഈ സപ്പോർട്ട് തന്നെ ഒരു പുൾ ബാക്ക് വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നുവെങ്കിലും മാർക്കറ്റ് വീണ്ടും സെല്ലിങ്ങിലോട്ട് പോയി. ഞാൻ എല്ലാ സപ്പോർട്ടിലും മാർക്കറ്റ് ഒരു റിവേഴ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ്. ഇവിടെ റിവേഴ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, ഇവിടെ റിവേഴ്സ് കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമാണ് മാർക്കറ്റ് ഒന്ന് റിക്കവർ ചെയ്യാൻ രാവിലത്തെ ഓപ്പണിങ്ങിൽ ഒരു റിക്കവറിങ്ങിനുള്ള ശ്രമം മാർക്കറ്റിൽ ഇവിടെ നടത്തിയെങ്കിലും പിന്നീട് ഒരിക്കലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിക്കവറിനുള്ള ഒരു സാധ്യതയും മാർക്കറ്റിലില്ലായിരുന്നു. ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1-2 മണിക്കൂറോളം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും ഇതും പലപ്പോഴും മാർക്കറ്റ് റിക്കവറിന് ശ്രമിച്ചുവെങ്കിലും പിന്നെ അവസാനത്തെ ഒരു മണിക്കൂറിലാണ് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വന്നത്. സപ്പോർട്ടുകളൊന്നും ഇന്നലെ വർക്കായിട്ടില്ല. കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ ഒന്നും ഇന്നലത്തേതിൽ. പക്ഷേ പ്രീവിയസ് ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ ഒരിടത്തും പുൾ ബാക്കിനുള്ള സാധ്യതകളൊന്നും കൃത്യമായിട്ടില്ലായിരുന്നു. ഇന്ന് വൈഡ് CPR ആണ് 25,915 തൊട്ട് 25,995 വരയ്ക്കും CPR ആണ്.
ഞാൻ നേരത്തെ 15 മിനിറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഏരിയ ഫുള്ള് ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുള്ള ഒരു ഏരിയ ആണ് CPR വരുന്നത്. 25,917 25,935 മുകളിലോട്ട് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാലും ഇതിന് മുകളിലോട്ടെല്ലാം CEക്ക് അത്ര അനുകൂലമായിരിക്കില്ല. ഇവിടെ എല്ലാം സെല്ലിംഗ് പ്രഷർ, ഇന്നലെ കൺസോൾട്ടേഷൻ നടന്ന ഏരിയയും പിന്നെ 26 വരുന്ന ആ ഒരു ഏരിയയൊക്കെ എന്ന് പറയുന്നത് ഫുള്ള് സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് പതിയെ ചിലപ്പം ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ടുള്ള ഫസ്റ്റ് സപ്പോർട്ട് 25,780 25,800 ആണ്. രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 25,007 25,682 ആണ് രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത്. മുകളിലോട്ട് ഞാൻ ലെവൽസ് ഒന്നും വരച്ചിട്ടില്ല, കാരണം ഇവിടെ മൊത്തം ഒരു സെല്ലിംഗ് പ്രഷറുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ നിന്ന് മാർക്കറ്റിന് മുകളിലോട്ട് വിടാനുള്ള സാധ്യത വളരെ കുറവാണ്. സപ്പോസ് ഇവിടെ നിന്ന് CPR ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ലെവൽസ് ഞാൻ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. തൽക്കാലം താഴോട്ടുള്ള 3 ലെവൽസേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്